ലാസ്റ്റ് സപ്പർ, മൊണാലിസ തുടങ്ങിയ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? ലാസ്റ്റ് സപ്പർ, മൊണാലിസ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? അത് ഡാവിഞ്ചിയാണ്. ലിയോനാർഡോ ഡാവിഞ്ചിയാണ് ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം എന്ന ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിനങ്ങൾ എന്ന കൃതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിനങ്ങൾ എന്ന കൃതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവവുമായിട്ടാണ്? ഓപ്ഷൻ സി, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൃതിയാണ്. ബ്രൗൺ ഷേർട്സ് എന്ന ഏത് പാർട്ടിയുടെ സായുധ വിഭാഗമാണ്? ബ്രൗൺ ഷേർട്സ് എന്നത് ഏത് പാർട്ടിയുടെ സായുധ വിഭാഗമാണ്? ഓപ്ഷൻ ബി, നാസി പാർട്ടി. നാസി പാർട്ടിയുടെ ഒരു വിഭാഗമാണ്, സായുധ വിഭാഗമാണ് ബ്രൗൺ ഷേർട്സ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആസ്ഥാനം ജനീവയാണ്. ഓപ്ഷൻ ബി, WTO ആസ്ഥാനം ജനീവയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഷുഗർ ആക്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏതിനെതിരെയായിരുന്നു? ഷുഗർ ആക്ടിനെതിരെയായിരുന്നു ഒരു റീസൺ. അത് ഏത് രാജ്യമാണ് ഷുഗർ ആക്ട് കൊണ്ടുവന്നത്? ഏതാണ്? ബ്രിട്ടന്റെ ഷുഗർ ആക്ടിനെതിരെയായിരുന്നു. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടി നേതാവും ഡ്യൂസ് എന്നറിയപ്പെട്ടതുമായ വ്യക്തി ആരാണ്? ഇറ്റലിയിലെ ഫാസിസ്റ്റ് നേതാവാണ്. അതുപോലെ ഡ്യൂസ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് മുസോളിനിയാണ്. ഡ്യൂക്ക് എന്നറിയപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് വരുമാനത്തിന്റെ 5% ഈടാക്കിയിരുന്ന നികുതി ഏതായിരുന്നു? ഫ്രഞ്ച് വിപ്ലവ കാലത്ത് വരുമാനത്തിന്റെ 5% ഈടാക്കിയിരുന്ന നികുതി ഏതാണ്? വോങ്റ്റമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. തിരുവിതാംകൂർ ഇരയിളി എന്ന നികുതി ഇളവ് നൽകിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ ഇരയിളി എന്ന നികുതി ഇളവ് നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ഇരയിളി എന്ന നികുതി ഇളവ് നടപ്പിലാക്കിയത്. സീ ലയൺ എന്ന കോഡ് പേര് ഏത് ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? സീ ലയൺ എന്ന കോഡ് പേര് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? സെക്കൻഡ് വേൾഡ് വാർ ആണ്. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് സീ ലയൺ എന്ന കോഡ്. പ്രൈഡ് സ്പർജ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അത് ഇംഗ്ലീഷ് വിപ്ലവം. ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പ്രൈഡ് സ്പർജ് എന്നത്. ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന ജേർണൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന ജേർണൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ്. ഫ്രഞ്ച് വിപ്ലവം. ബൂർബൺ രാജവംശം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൺ രാജവംശം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ഫ്രാൻസ് ആണ്. ഓപ്ഷൻ സി, ഫ്രാൻസുമായിട്ടാണ് ബൂർബൺ രാജവംശം ബന്ധപ്പെടുന്നത്. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. ഏതാണ്? ഓപ്ഷൻ ബി, റൂസ്വെൽറ്റും ചർച്ചിൽ. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. റഷ്യയാണ് പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കപട യുദ്ധം, ഫോണി വാർ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഫോണി വാർ എന്നത് ഏത് യുദ്ധമാണ്? സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് കപട യുദ്ധം എന്നത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഭൂപ്രഭുവിന്റെ മില്ലും ഓവനും ഉപയോഗിക്കാൻ നൽകേണ്ട ഫീസ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഭൂപ്രഭുവിന്റെ മില്ലും ഓവനും ഉപയോഗിക്കാനായിട്ട് നൽകുന്ന ഫീസാണ് ഏതാണ്? ബെനാലിറ്റിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് ആക്ട് ഏത് രാജ്യത്തിന്റെ നിയമമായിരുന്നു? ഏത് രാജ്യത്തിൻ്റെതാണ്? ഷുഗർ ആക്ട് പോലെ സ്റ്റാമ്പ് ആക്ട് ഉണ്ട്. അത് രണ്ടും ബന്ധപ്പെടുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടനെതിരെയാണ് ഈ അമേരിക്കയിൽ വിപ്ലവങ്ങൾ നടന്നിരിക്കുന്നത്. സ്റ്റാമ്പ് ആക്ട്. ഓപ്പറേഷൻ ബാർബറോസ ആരംഭിച്ചത് ഏത് രാജ്യത്തിന് എതിരെയാണ്? ഏതാണ്? ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ. സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെടുന്നതാണ് ഓപ്പറേഷൻ ബാർബറോസ. ഓസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം നടന്ന സ്ഥലം ഏതാണ്?
ഓസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം നടന്ന സ്ഥലം ഏതാണ്? സരോജോവ. ഓപ്ഷൻ സി സരോജോവ. ചൈനയിൽ ലോങ് മാർച്ച് നടന്നത് ഏതു വർഷമാണ്? ചൈനയിൽ ലോങ് മാർച്ച് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1934. 1934 ചൈനയിൽ ലോങ് മാർച്ച് നടന്നത്. അസഹനീയമായ നിയമങ്ങൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസഹനീയമായ നിയമങ്ങൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓപ്ഷൻ ബിയുമായി ബന്ധപ്പെട്ടതാണ്. ഇൻടോലറബിൾ ആക്ട്സ്. UN സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? UN സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? ജപ്പാനിലെ ടോക്കിയോ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. UN സർവകലാശാല ആസ്ഥാനം ടോക്കിയോ, ജപ്പാനാണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം ചൈനയുമായി ബന്ധപ്പെടുന്നു. ബാസ്റ്റന്റൈൻ കോട്ട ആക്രമിക്കപ്പെട്ടത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ബാസ്റ്റന്റൈൻ ജയിൽ ആക്രമണം. ബാസ്റ്റലൈൻ ജയിൽ ആക്രമണം ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. കോർവേ എന്നത് എന്തായിരുന്നു? കോർവേ എന്നത് എന്തായിരുന്നു? നിർബന്ധിതമായിട്ട് സൗജന്യ തൊഴിൽ ചെയ്യലായിരുന്നു. നിർബന്ധിതമായി സൗജന്യമായിട്ട് തൊഴിൽ ചെയ്യലായിരുന്നു കോർവേ എന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആരാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആരാണ്? അത് ലൂയി 15 ആണ്. ലൂയി 15. ഓപ്ഷൻ ബി ആണ് എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ഫ്യൂറർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഫ്യൂറർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നേതാവ് എന്നാണ്, ലീഡർ എന്നാണ് ഫ്യൂറർ എന്ന പദത്തിന്റെ അർത്ഥം. റഷ്യൻ വിപ്ലവത്തെ ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച കൃതി ഏതാണ്? റഷ്യൻ വിപ്ലവത്തെ ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച കൃതി ഏതാണ്? 10 Days That Shook the World. 10 Days That Shook the World. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിനങ്ങൾ. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിനങ്ങൾ. ഓപ്പൺ ഡോർ പോളിസി പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? ജോൺ ഹേ ആണ്. ജോൺ ഹേ. ബോക്സർ റബല്യൻ നടന്ന കാലഘട്ടം ഏതാണ്? ബോക്സർ കലാപം നടന്ന കാലഘട്ടം 1899 മുതൽ 1901 വരെയാണ് ബോക്സർ കലാപം നടന്നത്. അയൺ കർട്ടൻ എന്ന പ്രയോഗം പ്രസിദ്ധമാക്കിയത് ആരാണ്? അയൺ കർട്ടൻ എന്ന പ്രയോഗം പ്രസിദ്ധമാക്കിയത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അയൺ കർട്ടൻ എന്ന പ്രയോഗം വിൻസ്റ്റൺ ചർച്ചിലിൻ്റെതാണ്. കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കോൾഡ് വാർ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ബെർണാഡ് ബറൂക്ക് ആണ്. കോൾഡ് വാർ എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി ലെനിൻ ആണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ ആണ്. മെൻഷെവിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അത് ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം ആണ് മെൻഷെവിക് എന്ന പദത്തിന്റെ അർത്ഥം. 1917 റഷ്യൻ വിപ്ലവം നടന്ന മാസം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവം നടന്നത്. മാസം ഏതാണ്? ഒക്ടോബറിലാണ് റഷ്യൻ വിപ്ലവം നടന്നത്. 1917. ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ഏതാണ്? 1911 1911 ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിതമായി. ത്രീ പ്രിൻസിപ്പിൾ ഓഫ് ദി പീപ്പിൾസ് അവതരിപ്പിച്ചത് ആരാണ്?
സൺ യാറ്റ്സൺ ആണ് 3 പ്രിൻസിപ്പിൾ ഓഫ് ദി പീപ്പിൾസ് എന്ന തത്വം അവതരിപ്പിച്ചത്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടർനിറ്റി എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടർനിറ്റി എന്ന വാക്യം ബന്ധപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രം ഏതാണ്? ലോകത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രം ഏതാണ്? അത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ.